എല്ലാവർക്കും നമസ്കാരം. ഈ വർഷം കുറച്ച് നല്ല മാങ്ങ കിട്ടി. അതുകൊണ്ട് മാങ്കാച്ചി ഉണ്ടാക്കി. ഇത് ഇന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ പാകമായി എടുത്തു വെക്കാൻ സാധിക്കും. ഇത് പാകമായി കഴിക്കാൻ പറ്റുന്ന രീതിയിൽ റെഡിയായിട്ടുള്ള മാങ്കാച്ചിയാണിത്. അപ്പോഴിത് ചുരുട്ടി വെക്കും. ഉണങ്ങിക്കഴിഞ്ഞാൽ ചുരുട്ടിയിട്ട് വെക്കും. മഴക്കാലത്ത് വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാൻ സുഖമായിട്ട് ആവും. ഇതാണ് മാങ്കാച്ചി. ഓരോ ദിവസവും മാങ്ങകൾ പെറുക്കി കഴുകി വൃത്തിയാക്കി പിഴിഞ്ഞ് അതിൻ്റെ പാലെടുത്ത് അഥവാ രസം എടുത്ത് പായിൽ ഇങ്ങനെ തേക്കും. ഏകദേശം ഒരു അര ഇഞ്ച് കട്ടിയായി കഴിഞ്ഞാൽ അത് ഉണങ്ങി വൃത്തിയായി കഴിഞ്ഞാൽ അത് പറിക്കാൻ കിട്ടും. അങ്ങനെ പറിച്ച് മടക്കി ഉണക്കി സൂക്ഷിക്കും. അതുപോലെ ഇന്ന് മാങ്കാച്ചിക്ക് വേണ്ടിയിട്ട് മാങ്ങ പിഴിഞ്ഞൊഴിച്ചതാണ്. ഇതേപോലെ 5-6 ദിവസം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതും എടുത്തു വെക്കാൻ പാകത്തിന് ആവും. അപ്പോൾ അതിൽ കുറച്ച് വെല്ലവും കൂട്ടിയാൽ നല്ല മധുരം കിട്ടും. പിന്നെ അതുപോലെ ചക്കപ്പപ്പടം. ഈ വർഷം കുറച്ച് നല്ല ചക്ക കിട്ടി. അങ്ങനെ ചക്ക ഉലിഞ്ഞ് വേവിച്ച് അത് എള്ള് മുളക് ഒക്കെ ചേർത്ത് പരത്തി ഉണക്കി വെച്ചതാണ്. ഇത് ഇന്നത്തെ ഉണക്കത്തോടു കൂടി എടുത്ത് സൂക്ഷിക്കാൻ സാധിക്കും. അതുപോലെ കദളിപ്പഴം, കുറച്ച് കദളിപ്പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും തൊലി കളഞ്ഞ് ചെറിയ രീതിയിൽ മുറിച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് തേനിലിട്ടിട്ട് സൂക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ പൂജാതി കാര്യങ്ങൾക്ക് ത്രിമധുരമുണ്ടാക്കുമ്പോഴും അഷ്ടദ്രവ്യത്തിലിടാനും പായസത്തിലിടാനൊക്കെ നമുക്ക് സാധിക്കും. ഇത് കാണുന്ന നിങ്ങൾക്കും ഇതുപോലെയുള്ള മാങ്കാച്ചികൾ ഉണ്ടാക്കാം, ചക്കപ്പപ്പടം ഉണ്ടാക്കാം. അതുപോലെ തന്നെ അത്യാവശ്യം പഴങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ആ പഴങ്ങളെ കൊണ്ട് ഉണക്കി വെക്കാനും സാധിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.